നമസ്തേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീഋഷിയുടെ പുതിയൊരു യോഗ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആസനയാണ് വസിഷ്ഠാസന അഥവാ സൈഡ് പ്ലാങ്ക് പോസ്. ഇത് സ്ട്രെങ്ത് അതേപോലെ ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. മിക്ക ഭാരതീയർക്കും സുപരിചിതമായ ഒരു പേരാണ് വസിഷ്ഠ മഹർഷി. വൈദിക കാലഘട്ടത്തിലുണ്ടായിരുന്ന അനേകം ശ്രേഷ്ഠരായ ഋഷിവര്യന്മാരിലൊരാളാണ് വസിഷ്ഠ മഹർഷി. ഹൈന്ദവ വിശ്വാസപ്രകാരം സപ്തർഷികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. വസിഷ്ഠൻ എന്നാൽ അതിശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. വസിഷ്ഠാസന നമ്മളുടെ ശരീരത്തിൻ്റെ 3 പ്രധാനമായ ആസ്പെക്ട്സിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതായത് ബാലൻസ്, മസ്കുലർ സ്ട്രെങ്ത് ആൻഡ് സ്ട്രെച്ചിങ്. ഈ ആസന നല്ലൊരു ഹാർട്ട് ഓപ്പണറാണ്. ഇതുകൂടാതെ ഇത് നമ്മുടെ നെർവസ് ബാലൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നു. സോ ഫസ്റ്റ് ഈ ആസന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് നോക്കാം. അതായത് ഇഞ്ചുറി ഉള്ളവർ അല്ലെങ്കിൽ സർജറി ചെയ്തിട്ടുള്ളവർ, ബോഡി ആൻഡ് ബ്രെത്ത് കണക്ഷൻ ഇല്ലാത്തവർ, ഹെർണിയേറ്റഡ് ഡിസ്ക്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, മൈഗ്രെയിൻ, ഹൈ ബ്ലഡ് പ്രഷർ, വെർട്ടിഗോ, ഡിസിനസ്, മെറ്റാഫാലഞ്ചൽ ആർത്രൈറ്റിസ്, കാർപ്പൽ ടണൽ സിൻഡ്രോം, ടെൻഡനിറ്റിസ് തുടങ്ങിയ കണ്ടീഷൻസ് ഉള്ളവർ പരമാവധി ഈ ആസന ഒഴിവാക്കുക. അല്ലെങ്കിൽ ഒരു യോഗ തെറാപ്പിസ്റ്റുമായി കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ആസന പരിശീലിക്കാവൂ. നെക്സ്റ്റ്, ഈ ആസന എങ്ങനെയാണ് പരിശീലിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു ടേബിൾ ടോപ്പ് പോസിലേക്ക് വരിക. ആ പൊസിഷനിൽ നിന്ന് സ്ലോലി ചതുരംഗ ദണ്ഡാസനത്തിലേക്ക് വരിക, അതായത് പ്ലാങ്ക് പൊസിഷനിലേക്ക്. ഈ പൊസിഷനിൽ ഡീപ്പ് ബ്രെത്ത്സ് എടുക്കുക. ഷോൾഡേഴ്സ് വ്രിസ്റ്റിൽ ബാലൻസ് ചെയ്യുക. ഹിപ്പ് ഷോൾഡേഴ്സിനും ചെസ്റ്റിനും അലൈൻഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. ദെൻ ഇൻഹേൽ ചെയ്ത് പതിയെ ലെഫ്റ്റ് ഹാൻഡ് റിലീസ് ചെയ്തുകൊണ്ട് ഷോൾഡറും ഹിപ്പും ഇടതുവശത്തേക്ക് തിരിക്കുക. ഇടത് കാൽപാദം വലത് കാൽപാദത്തിന് മേൽ വയ്ക്കുക. ദെൻ അഗൈൻ ഇൻഹേൽ. അബ്ഡമിനൽ മസിൽസ് എൻഗേജ് ചെയ്തുകൊണ്ട് ഇടത് കൈ സാവധാനം മേൽപോട്ട് ഉയർത്തുക. മുട്ടം ഉയർത്തിയിരിക്കുന്ന കൈപ്പത്തിയിലായിരിക്കും. ദെൻ സ്ലോലി എക്സേൽ ചെയ്തുകൊണ്ട് ഉയർത്തിയ കൈ താഴേക്ക് കൊണ്ടുവന്ന് ചതുരംഗ ദണ്ഡാസനത്തിലേക്ക് തിരിച്ചു വരിക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ ആൻഡ് എക്സേൽ ചെയ്തുകൊണ്ട് അധോമുഖ ശ്വാനാസനം ഡൗൺവേർഡ് ഡോഗ് പോസിലേക്ക് വരിക. ആൻഡ് അഗൈൻ കം ടു പ്ലാങ്ക് പോസ്. ഇതേ സ്റ്റെപ്സ് വലതുവശത്തായും ആവർത്തിക്കുക. ഈ ആസന നമ്മളുടെ മുഴുവൻ ശരീരത്തെ സ്ട്രെച്ച് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ജോയിൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും റേഞ്ച് ഓഫ് മോഷനെയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ ആസന ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് റീജിയൻ നന്നായി എക്സ്പാൻഡ് ചെയ്യുകയും അതുവഴി നമ്മളുടെ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇത് പരിശീലിക്കുന്നതിലൂടെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ബ്ലഡ് സർക്കുലേഷൻ, അതേപോലെ ഹാർട്ട് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. വസിഷ്ഠാസന നമ്മുടെ മണിപ്പൂര ചക്രയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുവഴി നമ്മളെ മെൻ്റലി ബാലൻസ് ചെയ്യുകയും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡും ഇതേ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തതിനു ശേഷം സ്ലോലി ശശാങ്കാസനത്തിൽ വന്ന് റെസ്റ്റ് ചെയ്യുക. ആ പൊസിഷനിൽ ടേക്ക് ഡീപ്പ് ബ്രെത്ത്സ് ഇൻ ആൻഡ് ഔട്ട്. സോ ഇന്നത്തെ വീഡിയോ വസിഷ്ഠാസനയെ കുറിച്ചായിരുന്നു. അതിൻ്റെ മുൻകരുതലുകൾ, ചെയ്യേണ്ടുന്ന വിധം, അതുപോലെ ആസനയുടെ പ്രയോജനങ്ങൾ. ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.